ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മീര അഖിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ നിന്ന് മനസ്സിലാവുന്ന പോലെ തന്നെ എൻ്റെ പ്രഗ്നൻസി ജേർണി ഇൻ UK ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ടൊന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഫെബ്രുവരി ഏകദേശം എൻ്റെ ബർത്ത്ഡേക്കൊക്കെ അടുത്തായിരുന്നു. ഫസ്റ്റ് 2 മന്ത് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ 3rd മന്ത് ആയപ്പോൾ എനിക്ക് നല്ല സിവിയറായിട്ട് മോർണിംഗ് സിക്നസ് വരുന്ന പോലെ തോന്നി. കാരണം ഭാഗ്യത്തിന് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റി. പിന്നെ ഞാൻ എൻ്റെ വിശപ്പടക്കിക്കൊണ്ടിരുന്നത് ഇതുപോലെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട്. അതായത് ഫ്രൂട്ട്സ് മെയിൻലി ഞാൻ കഴിച്ചത് ഓറഞ്ച് ആയിരുന്നു. കാരണം എനിക്ക് വേറെ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. പ്രോപ്പറായിട്ട് ഒരു ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ബ്രെഡൊക്കെ കഴിച്ചാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ആ ടൈമിൽ ഞാൻ വർക്കിനും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. ആദ്യം തന്നെ നമുക്കൊരു 12 വീക്സ് സ്കാൻ വരും, ഹാർട്ട് ബീറ്റും എല്ലാം ചെക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷം നേരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ അനോമലി സ്കാനാണ്. അത് 5 മന്ത് സ്കാൻ, ഇവിടെ 20 വീക്ക് സ്കാൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ 12 വീക്ക് സ്കാൻ, അത് കഴിഞ്ഞിട്ട് ഈ 20 വീക്ക് സ്കാൻ. ഇതായിരിക്കും ഗവൺമെൻറ്, അതായത് NHS ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ഫ്രീ ആയിട്ടുള്ള സ്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഒരു പൈസയും മുടക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ നമ്മൾ എല്ലാം ഡോക്ടേഴ്സിനെയല്ലേ കാണുന്നത്. നേഴ്സുമാർ കൂടുതലും നമ്മളെ മെഡിസിൻ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും കൂടുതൽ റോള് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നഴ്സുമാർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗൈനക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നഴ്സുമാരെ മിഡ് വൈഫ് എന്നാണ് പറയുന്നത്. റുട്ടീൻ ചെക്കപ്പ് കാണും. അതായത് മിഡ് വൈഫ് ആയിരിക്കും ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഫുൾ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് നമ്മുടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ വീക്കിലെ അപ്പോയിൻമെൻ്റ് എല്ലാം നമ്മൾ കാണുന്നതല്ലേ ഈ മിഡ് വൈഫിനെ ആയിരിക്കും. എനിക്കിപ്പം അയൺ ടാബ്ലറ്റ്സ് അങ്ങനെയൊക്കെ കഴിക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. ഇച്ചിരി അയൺ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് GPയിൽ കണ്ടാണ് എനിക്ക് അയൺ ടാബ്ലറ്റ്സും അതുപോലെ വൈറ്റമിൻ D ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേബിയുടെ ബോൺ ഹെൽത്ത്, അതിനൊക്കെ വൈറ്റമിൻ Dയുടെ ആവശ്യമുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയും തരും. പിന്നെ എല്ലാ വൈറ്റമിൻസും ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ എത്തിയപ്പോഴത്തേക്കിനാണ് ഞാൻ ഗ്രാജ്വലി ഫുൾ ഒരു എനർജറ്റിക് ലെവലിലേക്ക് എനിക്ക് കയറാൻ പറ്റി. അതായത് അടുത്ത ആ ഒരു മോർണിംഗ് സിക്നസിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒന്നും തന്നെ അങ്ങനെ വലിയ സംഭവമൊന്നും തോന്നുന്നില്ലായിരുന്നു. അതിന് സെക്കൻഡ് ട്രൈമസ്റ്റർ വന്നിട്ട് എൻ്റെ 20 വീക്ക് സ്കാൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. ബേബിയുടെ ഗ്രോത്തൊക്കെ പ്രോപ്പറായിട്ടാണ് നടക്കുന്നത്, പേടിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതോടെ കൂടെ കഴിഞ്ഞു. അതായത് രണ്ട് സ്കാൻ, അതായിരിക്കും നമ്മുടെ NHS അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടുത്തെ. NHS ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ഈ 2 സ്കാനേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫർദർ നമുക്ക് ഈ ഗ്രോത്ത് അറിയണം, ബേബിയുടെ ഗ്രോത്ത് ഓക്കെ ആണ് എന്നൊന്നും ഇവിടെ അങ്ങനെ ചെക്ക് ചെയ്യത്തില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റി അവർക്ക് സെക്കൻഡ് സ്കാനിൽ തോന്നിയാൽ മാത്രമേ ഉള്ളൂ അവർ അതായത് ഫ്രീ ആയിട്ട് നമുക്ക് അടുത്ത സ്കാനും കൂടെ റെഫർ ചെയ്ത് വിടത്തുള്ളൂ. ഞങ്ങൾക്ക് കുട്ടിയുടെ ജെൻഡർ അറിയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ അത് പറ്റും, ജെൻഡർ അറിയാൻ പറ്റും. നാട്ടിലാണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ആൺകുഞ്ഞാലും പെൺകുഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇപ്പം ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് 2 പരസ്പരം അറിയാം. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നടത്തി സെക്കൻഡ് ട്രൈമസ്റ്റർ അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കടന്നുപോയി. ഞാൻ എൻ്റെ 3rd ട്രൈമസ്റ്ററിലേക്ക് കയറി. ഒരു വെയിറ്റ് എനിക്ക് ഇൻക്രീസ് ആണെന്ന് എനിക്ക് ഫീൽ ആവാൻ തുടങ്ങി. പിന്നെ ബമ്പ് വലുതാവുമല്ലോ, ഒബ്വിയസ്ലി ബമ്പ് വലുതല്ലേ. അപ്പോൾ ബേബിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം നമുക്കും ഹങ്കർ ഭയങ്കര കൂടുതലായിരിക്കും. 3rd സ്റ്റേജിൽ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. എന്ത് കഴിച്ചാലും പിന്നെയും ആ ഒരു കഴിക്കാത്തൊരു ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുന്നത്. പിന്നെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെ ഒരു പ്രഗ്നൻസി എല്ലാം ഒരു സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ പ്രവർത്തിക്കുന്ന രീതിയാണത്. അങ്ങനെ വെയിറ്റ് ഗെയിൻ ആയി. പിന്നെ അറൗണ്ട് ഒരു 70-75 kg എത്തി ഞാൻ. അപ്പോൾ 39 വീക്ക് ആയപ്പം എനിക്ക് ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു കൺട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അത് ഫോൾസ് ലേബർ എന്നാണ് അതിനെ അറിയുന്നത്. അപ്പോൾ ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡി ലേബറിലേക്കുള്ള ആ ഒരു മിമിക് ചെയ്യാനായിട്ടുള്ള കൺട്രാക്ഷനാണത് ബ്രാക്സ്റ്റൺ ഹിക്സ്. അപ്പോൾ സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ആവും, ഓക്കെ എൻ്റെ ബോഡി ലേബറിലേക്കുള്ള ഒരു ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കുണ്ടായിരുന്നൊരു സിംറ്റം. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആകുക, കൺട്രാക്ഷൻ വരിക, അതൊന്നും എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ലേബർ കൺട്രാക്ഷനൊക്കെ ഫോൾസ് ലേബർ കൺട്രാക്ഷനായിരുന്നു. ബ്രാക്സ്റ്റൺ ഹിക്സ് വരുന്നുണ്ടായിരുന്നു. വയറ്, അതായത് യൂട്രസിൻ്റെ മസിൽസ് പെട്ടെന്ന് ടൈറ്റാവും, എന്നിട്ടൊരു ഹാർഡായിട്ടിരിക്കും. നമുക്ക് തൊടുമ്പോൾ മനസ്സിലാകും, ഹാർഡായിട്ടിരിക്കും. എന്നിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതങ്ങ് റിലാക്സ് ആയിട്ട് സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പം അങ്ങനെയാണ് അത് ബ്രാക്സ്റ്റൺ കൺട്രാക്ഷൻ വരുന്നത്. അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ എൻ്റെ ഡെലിവറി ഡേറ്റ് എടുക്കാറായപ്പോഴത്തേനും പ്രത്യേകിച്ച് ഒരു സിംറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മിഡ് വൈഫ് എന്നോട് പറഞ്ഞു മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്, എൻ്റെ 39 വീക്കിലാണ് ഞാൻ മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഈ ഗൂഗിളിൽ നിന്നുള്ള ഇൻഫർമേഷനും അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ വജൈനൽ എക്സാമിനേഷൻ ചെയ്യുമ്പം അവർ അതായത് ഫിംഗർ കൊണ്ട് ഓപ്പണിങ് ഡയലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് സ്വീപ്പ് ചെയ്ത് വിടുക എന്ന് പറയും. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഒരു ഹോർമോൺ റിലീസാവും. അങ്ങനെ അത് കൺട്രാക്ഷനെ നാച്ചുറലായിട്ട് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറയുന്നത്. അതാണ് എനിക്കവർ പറഞ്ഞ ഒരു സ്റ്റെപ്പ്. മിഡ് വൈഫ് എന്നോട് കിടക്കാൻ പറഞ്ഞു, എന്നിട്ട് എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പെയിൻ എടുക്കുന്നു, ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നു. അപ്പം ഞാൻ ഓർത്തു ഇതെന്ത് സംഭവം, എനിക്കിപ്പോൾ തന്നെ എന്തെങ്കിലും പറ്റുമല്ലോ ദൈവമേ. ഞാനങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി വേദന എടുത്തിട്ട്. അപ്പം അവർ പറഞ്ഞത് ഈ മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്കംഫേർട്ടായിരിക്കും, പക്ഷേ അത് ശരിക്കും അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സഹിച്ചിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പൂർവാധിക ശക്തിയും കൊണ്ട് ഞാൻ ഇരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായിരുന്നു. രണ്ടാമത്തെ മെംബ്രെയിൻ സ്വീപ്പ് ചെയ്താലോ എന്ന് എന്നോട് ചോദിച്ചു. അതായത് ഈ ഒരു മെംബ്രെയിൻ സ്വീപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് ഒന്നുകൂടെ ചെയ്താലോ. അപ്പം ഞാൻ പറഞ്ഞ ഇല്ല, ഞാൻ റെഡിയല്ല, എനിക്ക് പെയിനുണ്ട്, എനിക്കിപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവർ എന്നോട് പറഞ്ഞു ഡേറ്റിന് മുന്നേ, അതായത് ഏകദേശം 2-3 ദിവസം മുന്നേ ഞാൻ തോന്നുന്നു ഒരു ഡേറ്റ് കൂടെ തന്നു മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യാനായിട്ട്. അന്ന് രണ്ടാമത്തെ സ്വീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മെംബ്രെയിൻ സ്വീപ്പ് വരാൻ നേരത്ത് ആ ഒരു ഡേറ്റ് ഒക്കെ ആകാറായി. അപ്പം എനിക്ക് വേറെ ചില സിംറ്റംസ് ഒക്കെ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ മ്യൂക്കസ് പ്ലഗ് പോവുക, പിന്നെ ഡിസ്കളറേഷൻ വരിക, ഇതൊക്കെ എനിക്ക് പിന്നെ നടക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ വന്നു പറഞ്ഞാൽ എനിക്കിതുപോലെ വാട്ടർ ബ്രേക്ക് ആവുന്നില്ല, കൺട്രാക്ഷൻ വരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു എനിക്ക് വീണ്ടും ഒരു മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ സിംറ്റംസ് ഒക്കെ വരുന്നതുകൊണ്ട് എന്തോ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എനിക്കിനി ഈ മെംബ്രെയിൻ സ്വീപ്പിൻ്റെ ആവശ്യം വരത്തില്ല, എൻ്റെ ബോഡി കൺട്രാക്ഷനിലേക്ക്, നാച്ചുറൽ കൺട്രാക്ഷനിലേക്ക് വരാൻ പോകുന്ന പോലെ പ്രോസസ്സ് നടക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ലേബർ പെയിനും ബ്രാക്സ്റ്റൺ പെയിനും ഒക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങി തന്നെ ആ ഒരു 17-ാം തീയതിയാണ്. നമുക്കിപ്പോൾ ഒരു ഡ്യൂ ഡേറ്റ് തന്നെന്ന് വെച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആ ടൈമിൽ തന്നെ നമുക്ക് ലേബറിലേക്ക് പോകണം എന്നൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് കിട്ടിയ ഡേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബർ 12-നാണ്. പക്ഷേ ഞാൻ ഡെലിവറി ആയത് തന്നെ എൻ്റെ നോർമൽ ഡെലിവറിയാണ്. ഡെലിവറി ആയത് ഒക്ടോബർ 17-ാണ്. എല്ലാവരും എന്നെ എക്സ്ക്യൂസ് ചെയ്യണം. എന്തോ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സീ യാ, ബൈ.